വീട്ടില് തന്നെ. ഞാൻ ചോദിച്ചു വരുന്നത് നമ്മൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഒരു പേടി തോന്നിയോ ഇത് യഥാർത്ഥ ഇഷ്ടമായിരിക്കോ, സിൻസിയർ ഉണ്ടോ, അതപ്പൊ തന്നെ നമുക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെ ഇത് വന്നോ, എങ്ങനെയാ? വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്തു, ഡയറക്റ്റ് അല്ല, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കൊറേ ഒരു ദിവസം. ഞാനാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യലില്ല. മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റിപ്ലൈ എടുക്കുക. കാരണം ഞാൻ ഈ ടാറ്റൂൻ്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മൈൻഡിൽ ഡ്രോയിങ് അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് ഹായ് മെസ്സേജ് ഒക്കെ അയക്കും. പിന്നെ ആണ് ഇങ്ങനെ കുറേ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എൻ്റെ വീട്ടിൽ സമ്മതിക്കൂലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ, ഇവിടെ സമ്മതിക്കാൻ ചാൻസ് ഇല്ല ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ വീട്ടിൽ വന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങനെ സാമ്പത്തികമോ സൗന്ദര്യമോ അങ്ങനെ ഒന്നും ഇതല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്നേ ഉള്ളൂ. വീട്ടിൽ വന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞു, അത്രേ പറയുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ആരും ഇല്ല, അതുകൊണ്ട് വീട്ടിൽ വന്ന് ആലോചിച്ചാൽ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന്റെ വൈഫ് നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്നു, ഒരു സുഹൃത്തായിട്ട്, ഫ്രണ്ടിന്റെ കൂടെ വന്നു കണ്ടു. പിന്നെ നമ്മള് ജസ്റ്റ് റിലേഷൻ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ എല്ലാരും കണ്ടു, അങ്ങനെ എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എല്ലാവരും മുതിർന്നവരൊക്കെ ആയിട്ട് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.